മാരേജിനെ പറ്റിയൊക്കെ കേട്ടു, ശരിയാണോ? അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ ഇപ്പോൾ പെരേര പറഞ്ഞാൽ ഇഷ്ടമാണ്, ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ പ്രിയ എന്തായിരിക്കും മറുപടി പറയാം? ഞാൻ അത് സ്വീകരിക്കും. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? അല്ല, ഇപ്പൊ എന്റെ വീടിന്റെ സൈഡിൽ കുറെ പെമ്പിളാരുണ്ട്, മനസ്സിലായി? അവരുടെ അടുത്താണ് ഞാൻ പോയി പറഞ്ഞെങ്കിൽ എന്റെ വീട് നാളെ കത്തും. ഉറപ്പായിട്ടും കത്തിക്കും. ഇവരോട് പറഞ്ഞ പ്രശ്നമില്ലാന്ന് ഓർത്തിട്ടാണ്. സിനിമാക്കാര് കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ്, കുറച്ചുകൂടി പക്വതയുണ്ട്. ഡോക്ടർ, ഇതുവല്ല മാനസിക രോഗം എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് അത്രയും പക്വതയില്ല. ഇവൻ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും ഇടി മേടിക്കും. അപ്പോൾ ഒരു 10-14 വയസ്സുള്ള സമയത്ത് ഞാൻ ഒരു പെൺകുട്ടിയോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ച സമയത്ത് ചേട്ടന് കുറച്ച് കളക്ഷൻ എടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ അമ്മയോട് അവരുടെ അമ്മ വന്നിട്ട് എൻ്റെ എൻ്റെ മകളുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇത് പറയുന്ന ആളുകൾ ഇങ്ങനെ ചിന്തിക്കില്ലേ, ഒരു കാമപ്രാന്തനെന്നൊക്കെ ചിന്തിക്കില്ലേ? ക്യാമറാന്താണ്ട് ചിന്തിക്കില്ല. പിന്നെ അത് എന്തായിട്ട് ചിന്തിക്കുന്നത്? ഫ്ലർട്ടിങ് ആയിട്ടാ? കോഴിയാന്ന് വിചാരിക്കരുത് കേട്ടാ. ചിലര് മുത്തശ്ശന് എന്തിന്റെ കട വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? ഞാൻ വിചാരിക്കുന്ന ലക്ഷറി ലൈഫാണ് ഞാൻ വിചാരിക്കുന്നത്. കാറ്, പ്ലെയിനിൽ കയറാം, പിന്നെ കാരവാനിൽ കയറാം, അങ്ങനത്തെ ലൈഫ്. ഇവന് ഭ്രാന്താണോ? അല്ലെങ്കിൽ ആരാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കാനായിട്ട്? എന്നാൽ അവളെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? അല്ലേ കാലത്ത് മറ്റേ എന്തെടുക്കണടാ കുട്ട, എണീറ്റ കുട്ട, ഉറങ്ങിയ കുട്ട, ഗുഡ് നൈറ്റ് ഇടാ, സ്വീറ്റ് ഡ്രീംസ് ഇടാ, ഐ ലവ് യു ഇടാ, അങ്ങനെയൊക്കെ പല പറയുമല്ലോ. അയ്യടാ, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ഇപ്പൊ ജോലിക്ക് പോകാനുള്ള സമയമായില്ലേ? ജോലിക്ക് പോകാനുള്ള സമയമായില്ലേ? എനിക്ക് സാധാരണ ജോലിയോട് എനിക്ക് താല്പര്യമില്ല. സാധാരണ ജോലി എന്ന് പറഞ്ഞാൽ കൽപ്പണി താല്പര്യം എന്നല്ല, അറിയില്ല. ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറ എടുത്തുകൂടെ? അല്ല, റിയ പറഞ്ഞാൽ ഫണ്ണി ആയിട്ട് എടുത്താൽ മതി. റിയ പറഞ്ഞാൽ എന്തായിരിക്കും ആലോചിക്കാന്നാണോ താല്പര്യം? നോക്കാം. യെസ് ഓർ നോ പറയണം. യെസ് ഓർ നോ പറ. താല്പര്യം ഉണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. യെസ് ഓർ നോ ഇത് പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ആരോടെങ്കിലും കൊറേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, കൊറേ വേറെ ആളുകളുണ്ട്. നമ്മുടെ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? അത് കുറച്ച് സ്നേഹയ്ക്കും കുറച്ച് സാറയ്ക്കും കുറച്ച് മഞ്ജുവിനും മിച്ചം വരുന്നത് പിന്നെ ജാസ്മിനെ അവളുടെ കൂട്ടുകാരിക്ക് കൊടുക്കും. ഗേൾസിനോടാണോ? ഗേൾസിനോടല്ലേ, അല്ലാണ്ട് ബോയ്സിനോട് തോന്നുന്നു ഇല്ലല്ലോ. പ്രേമരോഗിയാണ്. 6ാം ക്ലാസ്സിൽ തുടങ്ങിയ അംഗമാണ്.